നമസ്കാരം. സന്ദീപ് വാര്യർ അദ്ദേഹം ചാണകക്കുഴിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ചാടി. ഇപ്പോ ചാണക പാർട്ടി പറയുന്ന ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല, ഞങ്ങളുടെ ശരീരത്തിൽ നിന്നൊരു സ്മഷ്രു ഇളകിപ്പോയ പോലെ അത്ര മാത്രമേ ഉള്ളൂ, ഒരു വോട്ട് കുറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഇടയ്ക്ക് പറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും അയാളുടെ യൂദാസാണ്, വഞ്ചകനാണ്, ആത്മഹത്യാപരമാണ് പോയത് എന്നിത്യാദി കാര്യങ്ങൾ അയാളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കും. മഹാത്മാഗാന്ധിയെ കുറ്റപ്പെടുത്തിയില്ലേ, രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയില്ലേ, ഇപ്പം അവധ പറച്ചലാണത്. ഇവിടെ ഇവർ പറഞ്ഞ യൂദാസ്, വഞ്ചകൻ, നയവഞ്ചകൻ, ചതിയൻ. ആരാണ് ചതിയൻ? ചതിയന്മാരുടെ പാർട്ടി ഏതാണ്? വഞ്ചകന്മാരുടെ പാർട്ടി ഏതാണ്? യൂദാസിന്റെ പാർട്ടി ഏതാണ്? യൂദാസിന്റെ പിന്നിൽ നിന്ന് കുത്തുന്നവൻ അത് സന്ദീപ് വാര്യരാണോ അതോ ഈ പറയുന്ന ഹിന്ദുത്വവാദികളാണോ? നമുക്കതൊന്ന് നമുക്ക് നോക്കാം. അതേക്കുറിച്ചൊന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നമസ്കാരം. യൂദാസാണ് നിങ്ങൾ. ഈ സന്ദീപ് വാര്യര് BJP വിട്ടപ്പോൾ ഞങ്ങൾക്കൊന്നുമല്ല എന്ന് പറയുന്ന ആൾക്കാർ എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? നിലവിളിയോട് നിലവിളിയാണ്. കോൺഗ്രസ് നശിച്ചു പോകും, കോൺഗ്രസിലായ കലാപമുണ്ട്. ആയിക്കോട്ടെന്നേ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, രാഷ്ട്രീയ വപുസിൽ നിന്ന് ഒരു രോമം പൊഴിഞ്ഞു പോയ മാത്രം ആ ഒരു വിലയിലേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്തിനാ അയാളുടെ പുറകെയാണെന്ന് കരയുന്നത്? അയാൾ പോട്ടപ്പുല്ല് എന്ന് വെക്കാത്തത് എന്താണ് നിങ്ങൾ? സന്ദീപ് വാര്യര് ചാണകപ്പാർട്ടി ഇറങ്ങിപ്പോയി ആത്മഹത്യാപരമാണ്. ആയിക്കോട്ടെ, അയാൾ ആത്മഹത്യ ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവർ കോൺഗ്രസ്സുകാരെ അയാളെ കൊന്നോട്ടെ. അതിന് നിങ്ങൾക്കെന്താ? ഇപ്പൊ വലിയ രൂപത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടു, ഒരാൾ ചോദിക്കുകയാണ്, സന്യാസിമാര് അതാ ബ്രഹ്മാണ്ഡ തീർത്ഥയല്ലേ, പേരൊക്കെ അറിയാവർക്കപ്പോ, ചാമിയാരല്ല, ബ്രഹ്മാണ്ഡ തീർത്ഥ സ്വാമിയല്ലേ എന്ന് പറഞ്ഞ. അപ്പോൾ എന്ന് പറയാൻ ഈ ചാണക സംഖ്യകൾക്ക് കഴിയുന്ന ഉറപ്പായി. അയാൾ എത്രയോ പാവമാണ്. അങ്ങനെ അഭിപ്രായമല്ലേ പറയുന്നുള്ളൂ, അങ്ങനെ നിലപാടല്ലേ പറയുന്നുള്ളൂ. പക്ഷേ സന്ദീപ് വാര്യർ ചതിയൻ, വഞ്ചകൻ, നയവഞ്ചകൻ, യൂദാസ്, ഇപ്പോൾ സ്വാമിക്ക് കേൾക്കുന്ന തെറിവിളികൾ അതിൻ്റെ ഒരു 75% ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ചെത്തല്ലൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലേക്ക് പോകുന്നത് ചെത്തല്ലൂർക്കായി നടത്തും. അപ്പം ഞാൻ തൽക്കാലം വിശ്രമത്തിലാണ്. ദിവസം കാലത്ത് എഴുന്നേറ്റ് ഈ തെറിവിളി അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ഗതികേട് എനിക്കില്ല. അതെന്തുകൊണ്ട് ഇടുന്നില്ല? എൻ്റെ ചാനലിൽ അമ്മമാരും പെങ്ങന്മാരും കാണുന്നുണ്ട്, ഇവന്മാരുടെ പോലെയല്ല. അപ്പം അവരിതുകൂടി വായിക്കേണ്ടത് കരുതിയിട്ടാണ്. ഞാൻ വായിക്കുന്നുണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ഇവരെ വലിയ മറ്റേ എന്തായാലും പറയാം, മറ്റേ സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ബ്രാൻഡിലോടെ ഭരിക്കുന്നത്. ഇന്റലിജൻസ് വകുപ്പും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സന്ദീപ് വാര്യർ CPIയിലേക്ക് പോവോ CPMലേക്ക് പോവോ അതിനെക്കുറിച്ച് അറിഞ്ഞു ചർച്ച നടത്തിയിരുന്നു മുഴുവൻ. അതിൻ്റെ പുറകിൽ വലിയൊരു ആലോചന, ഗൂഢാലോചന എന്ന് പറയാം. അത് കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. അത് ഒരു രോമചാരുമാരും അറിഞ്ഞുമില്ല. അതിനയാൾ അവസാനം കോൺഗ്രസിലേക്ക് ചേർന്നു. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. അയാൾ കോൺഗ്രസിൽ ചേർന്നോ അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു എന്നുള്ളത് എനിക്കതൊരു പ്രശ്നമല്ല. എനിക്കിത്ര മാത്രമല്ലോ, അയാൾ ചവിട്ടിക്കൂട്ടി, സംഖ്യകളെ ചവിട്ടിക്കൂട്ടി, മറ്റേ BJPക്കാരെ ചവിട്ടിക്കൂട്ടി. അതിൻ്റെ കോൺസിക്വൻസ് ഇതുവരെ BJPയിലുള്ള ആൾക്കാർ BJPന്ന് പോയാൽ അവർക്ക് പ്രശ്നമാകുമോ, അടി കിട്ടുമോ, തല്ല് കിട്ടുമോ, വല്ലതും ചവിട്ടി കൂട്ടുമോ പേടിയുണ്ട്. അപ്പം പേടിക്കുകയും പോയി. ഇനിയിപ്പോൾ ഒരു ഒഴുക്ക് ആരംഭിക്കും. ഒരു ദ്വാരം ഉണ്ടായാൽ മതിയല്ലോ. ഏതെങ്കിലും വലിയൊരു റിസർവോയർ, ഡാം, അണക്കെട്ട്, അതിനൊരു ദ്വാരം ഉണ്ടാവുള്ളൂ. ആ ദ്വാരത്തിൽ കൂടെ ആ ദ്വാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോയി ആ ദ്വാരം ഒന്നുകൂടി വലുതാവും അവസാനം ഡാം പൊട്ടും. അപ്പം അതാണ് ഇവിടെ സംഭവിച്ചില്ല. ഇനി പിന്നാലെ ലക്ഷം പിന്നാലെ എന്നുള്ള രീതിയിലാണ് സന്ദീപ് വാര്യർക്ക് പിന്നാലെ ആൾക്കാർ വരുന്നത്. പല ആൾക്കാർക്കും വരാൻ പേടിച്ചിട്ടാണ്, മടിച്ചിട്ടാണ്, നാണുകേട്. മറ്റേ ഇങ്ങനെയൊക്കെ ഉണ്ട്, എന്തായാലും പറയാം, മറ്റേ CK പത്മനാഭൻ
ആലോചിച്ച് നോക്കുക, എത്രമാത്രം അയാൾക്ക് എത്ര കാലമായിട്ട്. അയാൾ പിന്നെ കുറെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതേ സമയത്ത് നമ്മളുടെ കുമ്മന രാജശേഖരൻ, കൃഷ്ണദാസ്, MT രമേശ് ഇവരൊക്കെ എത്ര കാലമായി ചൊറിഞ്ഞും മാന്തി നടക്കുന്നു. അതിൻ്റെ മേലെ കൂടെ കയറ്റി അബ്ദുള്ളക്കുട്ടി അവിടെ കൊണ്ടുവച്ചു. അതിൻ്റെ മേലെ കയറി എന്താ കുണ്ണന്താനോ അതിനെ കൊണ്ട് അവിടെ കയറ്റി വെച്ചു. ഇപ്പോൾ സുരേഷ് ഗോപി കയറ്റി വെച്ചു. ഇവിടേക്ക് ബ്രിക്ക് അവിടെ കയറി ഇരുന്നുകൊണ്ട് മാത്രം മതി. പിന്നെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുകയാണേ. പിന്നെ പേരും പെരുമേ. നിന്റെ അച്ഛനാരായിരുന്നു? കേന്ദ്രമന്ത്രിയായിരുന്നു. ആ യോഗ്യ സമ്പാദിച്ചെടുക്കാൻ അവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ? എന്നിട്ട് എന്താ പോകാഞ്ഞ്? അതിനുള്ള ധൈര്യമില്ല, നട്ടല്ലില്ല, ആണത്വമില്ല, ലിംഗബലമില്ല. അതുകൊണ്ട് നക്കിതാറി അവിടെ നടക്കുന്നു എന്ന് മാത്രം. ആണത്വമുള്ളവര് അവരവരുടെ മനസ്സ് മാറ്റും, അവരുടെ നിലപാടുകൾ മാറ്റും. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. ആ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിനെയാണ് സന്ദീപ് വാര്യർ ചെയ്തത്. അതാണ് ചെയ്തത്. ഏതായാലും ഫേസ്ബുക്കിൽ ഇപ്പം അങ്ങനെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മുഴുവൻ മൈ പൂ കൂ ഈ സാധനങ്ങൾ അതിനകത്ത് മുഴുവൻ വരിക. അമ്മയ്ക്കും പെങ്ങന്മാർക്കുള്ള വിളി. ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ 1 പാർട്ടി ഇത്രയേ ഉള്ളൂ ആയി കൂടി. പക്ഷേ ഈ മൈ പൂ കൂ തായോളി എന്നിത്യാദി കാര്യങ്ങൾ വിളിച്ചു പറയാൻ അതിൻ്റെ ഡിക്ഷണറി തയ്യാറാക്കുകയാണെങ്കിൽ അത് ഇവർക്കേ കഴിയുള്ളൂ. അതായത് സംഖ്യക്കുട്ടപ്പന്മാർക്ക് ആ ശാഖകളിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണ്ടോ. അതുകൊണ്ട് സന്ദീപ് വാര്യർ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് അതിൻ്റെ അടിയിൽ മുഴുവൻ ഈ മൈ പൂക്കൂ മൈ പൂക്കൂ മൈ പൂക്കൂ ഇത് മാത്രമേ ഉള്ളൂ ചിത്രത്തിൽ താഴെ. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ ഇപ്പോൾ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ സ്വാഗതം ചെയ്യുന്ന ആൾക്കാർ, ഇവർ ഈ പറഞ്ഞ ആൾക്കാരെ 3 ഇരട്ടിയുണ്ടോ സ്വാഗതം ചെയ്യുന്ന ആൾക്കാർ. കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം അത് തനിക്ക് ആത്മഹത്യാപരമായിരിക്കും. ആയിക്കോട്ടിടോ എടോ സുരേന്ദ്ര, ആയിക്കോട്ടിടോ എടോ ചാണക പാർട്ടി അല്ലെങ്കിൽ ചാണക സംഖ്യകൾ അയാൾ പോയിട്ട് തൂക്കിച്ചാവട്ടെ. ഇനി എന്തിനാ അയാളുടെ പുറയിൽ പോണത്? കല്യാണം കഴിഞ്ഞു പോയി, വൻവേ പ്രായമായിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി, പെണ്ണ് 5 പ്രസവിച്ചു, 5 കുട്ടികളുണ്ട്, ഇപ്പൊ ഗർഭിണിയാണ്. ആ പെണ്ണ് വഴി കൂടെ പോകുമ്പോൾ ഇവൻ വീണ്ടും കല്യാണം കഴിച്ചിട്ടില്ല. ഇവനിപ്പോൾ പ്രേമ നൈരാശ്യമായിട്ട് താടി വളർത്തി നടക്കുകയാണ്. അപ്പോൾ ആ പെണ്ണ് പോകുമ്പോൾ പറയാം, കണ്ടോ 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 അവളുടെ സാരി, അത് ആ സാരിയുടെ നിറയ്ക്കും മാറി, ആ തെണ്ടി വീണ് വേറെ സാരി എടുത്ത് കൊടുത്തിട്ടില്ല, കണ്ടോ കണ്ടോ അവളുടെ മുടി ചന്തി വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു പോയി, അവളെ കുറഞ്ഞു പോയി, കയ്യുമ്പോൾ കുപ്പിവളയാണ്, കണ്ടോ. എന്തിനാണോ ആ പെണ്ണിൻ്റെ കാര്യം നീ അന്വേഷിക്കുന്നത്? അവൾക്ക് 5 കുട്ടികളായി, ഇതേപ്പോൾ അവൾ വീണ്ടും ഗർഭിണിയാണ്. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുള്ളതിൻ്റെ ചിഹ്നമല്ലേ ഇത്? 5 കുട്ടികൾ, 6ാമത്തെ കുട്ടി വയറ്റിൽ. എന്നിട്ട് പിന്നെയും അതിൻ്റെ പുറകെ കിടന്ന് നിങ്ങൾക്ക് സന്ദീപ് അവിടുന്ന് ചാടിപ്പോയത് നിങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം എന്താ? പിന്നാലെ വരും ഇനി ആൾക്കാർ. ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ CK പത്മനാഭനിക്ക് ഇനിയിപ്പോൾ എവിടേക്ക് ചാടാന. അതുകൊണ്ട് അയാളെ രാവണമായിട്ട് അയാളുടെ വീട്ടിൽ കഞ്ഞി കുടിച്ച് അവിടെ ഇരിക്കുന്നു. CK പത്മനാഭൻ അയാൾക്കൊന്നും രാഷ്ട്രീയം അറിയില്ല. CK പത്മനാഭനല്ല, കൃഷ്ണദാസ്. ഈ കൃഷ്ണദാസിനേക്ക് ആരാ അറിയുക? ഇവിടെ അമ്മ പെങ്ങന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി നാടറിയില്ല, പിണറായി വിജയനറിയാം, കുമ്മന രാജശേഖരനെ അറിയാം, സന്ദീപ് വാര്യരെ പറയാത്ത ആരുമില്ല, ശോഭാ സുരേന്ദ്രനെ അറിയാം, കൃഷ്ണദാസിനെ ആരെ അറിയാം, MT രമേശിനെ ആരെ അറിയാം? ഞാനറിയും, നിങ്ങൾ വേണി അറിയും. നിങ്ങളുടെ അമ്മമാരോടോ പെങ്ങന്മാരോടോ നിങ്ങളുടെ ഭാര്യമാരോടോ MT രമേശ് അവിടെ കയ്യും കാലും ഒടിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞാൽ ഏത് MT രമേശിന് ചോദിക്കും? അവർക്ക് അറിയില്ല, അവർക്കതൊന്നും അറിയില്ല. അപ്പം ഇവർക്കൊന്നൊരു ജനകീയ മുഖം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കൂടിനകത്ത് കിടന്ന് തൂറുകാരനല്ലാതെ അവർക്ക് വെളിയിലേക്ക് വരാൻ അവർക്ക് പറ്റില്ല. കെട്ടിയിട്ട് വളർത്തിയ പോമറേനും പട്ടിക്കുട്ടിയുടെ പുറത്തു വന്നാൽ കടികൊണ്ട് ചാവും. ഇതാണ് അവരുടെ സ്ഥിതി. അപ്പോൾ ഇവർക്ക് അസൂയയുണ്ട്, ഇവരുടെ അസൂയയുണ്ട്, വിഷമമുണ്ട്. ഇങ്ങനെ ചാടിപ്പോയൊരു വിഷമമുണ്ട്. നിലനിർത്താൻ അവർക്ക് പറ്റില്ല, അക്കോമഡേഷൻ ഇല്ല. അതൊക്കെയാണ് പ്രശ്നം. സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി നടക്കുന്നവനാണ് വാര്യർ എന്ന് മനസ്സിലാക്കാൻ പ്രസ്ഥാനത്തിന് ഞങ്ങൾക്കും കഴിഞ്ഞില്ല. ഞാൻ താങ്കളുടെ കടുത്ത ആരാധകനായിരുന്നു, പക്ഷെ ഇപ്പോൾ ചെയ്ത് കൊടും ചതിയാണ്. സന്ദീപ് ജി, പകൽ മുഴുവൻ വെള്ളം കോരി അന്തിക്ക് കുടമുടച്ചു, എല്ലാ ബഹുമാനവും പോയി. ഈ സമയത്ത് ഇങ്ങനെ കാട്ടിയ നിങ്ങൾ യൂദാസാണ്. ഒരാളുടെ മറ്റേ ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ, മറ്റേ എന്തായാലും പറയാ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ആരാണ് യൂദാസ്? ഹിന്ദു 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 എന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് 41 വട്ടം അല്ലേ, നാഴികയ്ക്ക് 41 വട്ടം പറഞ്ഞു കിടക്കുന്ന നിങ്ങളല്ലേ യഥാർത്ഥത്തിലുള്ള ഹിന്ദു മതത്തെയും
അതിൻ്റെ പരമാധാരമായിരിക്കുന്ന എൻ്റെ പ്രമാണമായിരിക്കുന്ന സനാതന ധർമ്മത്തെയും നിങ്ങൾ ചെളിവാരി തേക്കുന്നത്. നിങ്ങളല്ലേ യഥാർത്ഥ യൂദാസുകൾ? കൂട്ടത്തിൽ കൊത്തികൾ നിങ്ങളല്ലേ വാസ്തവത്തിൽ? കൂട്ടത്തിൽ കൊത്തുന്നവർ നിങ്ങളല്ലേ വാസ്തവത്തിൽ? നിങ്ങൾക്ക് ആരാണ് ഹിന്ദുത്വവാദത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും മറ്റേ ഉപനിഷത്തിൻ്റെയും സനാതന ധർമ്മം നാളെ ഒരുത്തം പറഞ്ഞിരിക്കുകയാണ്, ഒരു സംഖ്യക്കുട്ടപ്പം പറഞ്ഞിരിക്കുക സാധനധർമ്മം എന്ന്. അവനാ വിട്ടുപോയി, അവൻ്റെ സുന വിട്ടുപോയി. ഇപ്പൊ സാധനധർമ്മം അത്ര അവനിതൊന്നും അറിയില്ല. എന്താണ് സാധനധർമ്മം എന്നൊന്നും അവനറിയില്ല. അപ്പൊ അവനെന്തോ പറയുന്നു മാത്രം. അതിൻ്റെ പേരും പറഞ്ഞ് നോക്കൂ. ഇതിന് വഞ്ചന എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീട്ടിൽ പോയിട്ട് അയാൾ വീട്ടിൽ പോയിട്ട് ഇപ്പൊ കുറുവ സംഘം നാട്ടിലിറങ്ങിയിട്ടില്ല, പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം അവര് ഹെൽമെറ്റ് പിടിക്കാൻ നടക്കുകയല്ലേ ഈ പോലീസുകാർ. ഈ കുറുവ സംഘക്കാരെ നമ്മൾ വഞ്ചകന്മാരെന്ന് പറയില്ല, അവരെ കള്ളന്മാരെന്ന് പറയുള്ളൂ. അവരെ വീട് കുത്തി തുറന്ന് പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തി മാലയും പിടിച്ച് കൊണ്ടുപോകും. നേരെ മറിച്ച് അവർ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് പറയാം, അതേ നിങ്ങളുടെ ഭർത്താവേ ഇതവിടെ ലോറി ഇടിച്ച് കിടക്കുകയാണ്, ഉടനെ തന്നെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ, ഇനി അവിടെ ഇപ്പം തന്നെ മൂക്കിക്കൂടെ അതൊന്നും കയറ്റണം, അതുകൊണ്ട് നിങ്ങളുടെ മാലയും മുളയ്ക്ക് ഊരിത്താ, അത് കൊണ്ടിട്ട് എങ്ങനെയും വിറ്റിട്ട് നിങ്ങളുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞ് അങ്ങനെ അവൾ പൈസ അടിച്ച് മാറ്റിക്കൊണ്ട് അതിന് വഞ്ചന എന്ന് പറയാം, അതിന് ചതി എന്നാ പറയുക. ഇവർ ചതിയന്മാരാണ്, യൂദാസുകളാണ്, കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒറ്റിക്കൊടുത്തവരാണ്. ഇവരാണ് യൂദാസുകൾ, ചതിയന്മാരാണ് ഇവര്. എലക്ഷൻ ഫണ്ട് അടിച്ചു മാറ്റിയവരല്ലേ നിങ്ങൾ? അല്ലെന്ന് പറയാൻ പറ്റൂ? തെളിയിക്കട്ടെ. എന്തിനാ തെളിവ്? നാട്ടുകാർക്ക് തെളിവൊന്നും വേണ്ടടോ, നാട്ടുകാർക്ക് തെളിവൊന്നും വേണ്ട. നാട്ടുകാർക്ക് കോടതി ഇതിന്റെ കൺമുമ്പിൽ വെച്ചൊരാളെ കുത്തിക്കൊന്നാൽ അത് കാണുന്ന സാക്ഷിക്ക് വേറെ തെളിവ് ആവശ്യമില്ല, പക്ഷെ കോടതിക്ക് തെളിവ് ആവശ്യമുണ്ട്. കോടതിയിൽ തെളിഞ്ഞു വരുമ്പോൾ പല സത്യങ്ങളും ചിലപ്പോൾ അത് തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ കൊടകരപ്പണം, അതിനുശേഷം വന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന പണം, ഇതൊക്കെ നിങ്ങൾ അടിച്ചു മാറ്റിയതാണ്. ഈ കെ സുരേന്ദ്രൻ കോടീശ്വരനാണ്, അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് കോടീശ്വരൻ. ഈ പറഞ്ഞ മഞ്ഞൾ കൃഷി നടത്തിയിട്ടാണോ 17 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിച്ചത്? അപ്പം ഇതെല്ലാവർക്കും അറിയാം ആരുടെ കയ്യിൽ നിന്നൊക്കെയാണ് പൈസ വാങ്ങിച്ചിട്ടുള്ളത്, എന്ത് പറഞ്ഞിട്ടാ പൈസ വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും. നിങ്ങൾ തന്നെ പറഞ്ഞ് പരത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? ശോഭാ സുരേന്ദ്രൻ എവിടെന്നാ പൈസ കിട്ടിയേ? അപ്പം അത് പോട്ടെ. അപ്പം ആയതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് ഹിന്ദുക്കളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്, എലക്ഷൻ ഫണ്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്, കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ലീഡേഴ്സൊക്കെ ഇപ്പോൾ കോടീശ്വരന്മാരാ. മതം, ജാതി, വർഗീയത പടർത്തുന്നത് അത് നിങ്ങളുടെ സ്ഥിരം ലാവണമാണത്. ഇതിപ്പോൾ രസം എന്താ വെച്ചാൽ സവർണനായിട്ടുള്ള വാര്യർ സവർണനാണ്, അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങൾ അയാൾ കാണിക്കുകയും ചെയ്യും, അഥവാ നിർഗുണം കാണിക്കില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇവിടെ ഇയാൾ നമ്മളുടെ മറ്റേ കെ സുരേന്ദ്രനും വേറൊരുത്തരുണ്ടല്ലോ, പണ്ടത്തെ മറ്റേ സഹമന്ത്രി, ഇപ്പോഴത്തെ കോഴിയല്ല പഴയത്, അവനൊക്കെയും ജാതിവെറിയാണ് വാസ്തവത്തിൽ. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞില്ല, അതിനകത്ത് ജാതിവെറിയാന്ന് നടക്കുക. നായർ ഈഴവ അല്ലെങ്കിൽ സവർണ അവർണ സംഘടനയാണ് ഇന്നിപ്പോൾ മറ്റേ BJP നടന്നുകൊണ്ടിരിക്കുന്നത്. സവർണമാരെ അടുപ്പിക്കില്ല അവിടേക്ക്. കുമ്മനാശാനിക്കും പറമ്പൗട്ടാക്കി കളഞ്ഞു. MT രമേശ് എവിടെ? CK പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കറിയില്ല. ഇതൊക്കെ കൃഷ്ണദാസ് എപ്പോഴും ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. നാടുമായിട്ട് ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. ഏത് കൃഷ്ണദാസ് എന്ത് കൃഷ്ണദാസ് ചോദിക്കും ആൾക്കാർ, ആർക്കും അറിയില്ല. അപ്പം എല്ലാം കൊണ്ടും ഇതിനകത്ത് നടക്കുന്ന ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചോ അതിനകത്ത് നടക്കുന്ന ഒരു കാര്യം മനസ്സിലായി, അയാൾക്ക് ഉയർന്നു ചാടാനുള്ള താല്പര്യമുണ്ട്, ഉയർന്നു ചാടാനുള്ള കഴിവുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് അയാൾക്ക് അയാളുടെ നിലപാടുകളും ആ നിലപാടുകളെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ശേഷിയും, വാക്പാടവും. ഇത് രണ്ടും അയാൾക്കുണ്ട്. കാണാനും സുന്ദരനാണ്, ചെറുപ്പമാണ്. അങ്ങനത്തെ ഒരാളെ BJP ഉൾക്കൊള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ, കോഴിക്കോട് ഒരു ചട്ടുകാരൻ്റെ ഒരു കോങ്കണ്ണൻ ചാമിയാരാ, അവന് 5 അടി പെണ്ണുങ്ങളുടെ ഉയരമുള്ളൂ, കണ്ടു കഴിഞ്ഞൊരു കക്കാരൻ. അവൻ്റെ ആശ്രമത്തിൽ പോയി നോക്ക്, അവനേക്കാൾ അപരമായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഓടിക്കൊള്ളൂ. നാളെ മമ്മൂട്ടി ആശ്രമത്തിൽ കയറാൻ ചെന്നാലും അവൻ പിടിച്ച് പുറത്താക്കും. ഇത് തന്നെയാണ് BJPയുടെ സ്ഥിതി. BJPയിലെ സുരേന്ദ്രനും ഈ ഭരണ മുരളിയും ജാതിയുടെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും നിറത്തിൻ്റെ പേരിലാണെങ്കിലും അവരേക്കാൾ അരയിഞ്ച് ഒരു പണത്തൂക്കം പേരിലുള്ള ഒരാൾക്കാരെ അവിടെ നിർത്തില്ല. ഏതായാലും ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി,
ഇവിടെ ഈ സ്വന്തം നിലപാടുകൾ ഇല്ലാത്ത, ലോക വിവരമില്ലാത്ത, ഭാരതത്തെക്കുറിച്ച് വിവരമില്ലാത്ത ഇങ്ങനെയുള്ള നേതൃത്വ നിര, കെ സുരേന്ദ്രൻ, മറ്റേ മുരളീധരൻ, ഇങ്ങനെയുള്ള ആൾക്കാർ, അയാളുടെ വേറെ എവിടെ പോയിട്ട് മുരളീധരനോ, അങ്ങനെയുള്ള ആൾക്കാരുടെ കീഴെ നിന്ന് കഴിഞ്ഞാൽ അതിന് മേലെ ഇങ്ങനെ വന്ന് മുട്ടുള്ളൂ, അതിന് മേലെ കയറി പറക്കാൻ പറ്റില്ല. അവിടെ സ്വാതന്ത്ര്യമില്ല. വക്താവാണെങ്കിലും വാക്കുകൾ വായുടെ അകത്തെ അടിച്ചു കയറ്റി കൊടുക്കുന്നത് മറ്റു പലരൊക്കെയാണ്. അതിൻ്റെ പേരിൽ സന്ദീപ് വാര്യർക്ക് പലതും പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലരും പറയാൻ ഒരു കുറ്റം എന്താ വെച്ചാൽ അവിടെ സ്വാതന്ത്ര്യം കൂടുതലായി പോയി എന്നുള്ളതാണ്. അതൊരു രസമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിനകത്ത് കോൺഗ്രസിനെ വിമർശിച്ചിട്ടും നിൽക്കാം. അതാണ് കോൺഗ്രസ്. അതൊരർത്ഥത്തിൽ നല്ല കാര്യമാണ്, മറ്റൊരർത്ഥത്തിൽ പറയുക എല്ലാ അർത്ഥത്തിലും നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെയൊന്ന് കുരച്ചോട്ടെ, അങ്ങനെയൊന്ന് കുരച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട അതൊരു ആവശ്യമില്ല. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ BJP മടുത്തതും കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ സ്വീകരിക്കാനുള്ള കാരണം അതാണ്. കോൺഗ്രസ് പറഞ്ഞ ലോകത്തിലുള്ള ഏറ്റവും നല്ല പാർട്ടി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയില്ല, CPI പോയില്ല? CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ചാരി നിൽക്കണം, നിവർന്ന് നിൽക്കാൻ പറ്റില്ല. മാർക്സിസ്റ്റ് പാർട്ടി ചാരി നിന്നില്ലെങ്കിൽ CPI അലകും പിടിയും പോയ സാധനമാവും. അലകും CPM ആണ്, പിടിയും CPM ആണ്. ബാക്കി എന്താ ഉള്ളത്? ഒരു കത്തിയുടെ അലകും പിടിയും പോയാൽ എന്താ ഉള്ളത്? അപ്പോൾ CPM പോയി കഴിഞ്ഞാൽ CPI ഇല്ല. അപ്പോൾ അവിടെ പോയി ചേരുന്നതിൽ ഒരർത്ഥവും ഇല്ല. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അന്തസ്സിൻ്റെ ആഭിയാത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പാർട്ടി എന്നൊക്കെയും പറഞ്ഞു കിടന്ന് വായ തുറക്കാൻ അനുവദിക്കില്ല. അവിടെ ഒരുപാട് നേതാക്കളൊക്കെ കൊഴിഞ്ഞു പോയി. പിള്ളേർന്നായി ആ പാർട്ടിയിൽ ചെന്ന് ചേരില്ല, ചെറുപ്പക്കാർ ചേരില്ല. മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇന്നും പറയാറുള്ളതാണ്, മാർക്സിസ്റ്റ് പാർട്ടി ശരിക്കും സാമന്തന്മാരുടെ പാർട്ടിയാണ്. പിണറായി വിജയൻ ഉത്തമനായിട്ടുള്ള സാമന്തനാണ്. സാമന്തൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ കീഴിൽ ഒരു മൂലയ്ക്ക് ഭരിക്കുന്ന ഒരു രാജാവ്. അപ്പം ചക്രവർത്തി എന്ത് ചെയ്യുന്നു? അയാളെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഗവർണറുടെ പോലെ അവിടെ ഇരുന്ന് ഭരിച്ചോ. കപ്പം കൃത്യമായിട്ട് കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. മൊത്തം വരുമാനത്തിന് ഇത്ര ശതമാനം കപ്പം കേന്ദ്രത്തിന് കൊടുക്കണം. അതാണ് സാമന്തന്മാരെന്ന് പറയുന്നത്. അതുപോലെ നല്ലൊരു സാമന്തയല്ല കേട്ടോ, പിണറായി സാമന്തയല്ലേ പുഷ്പ സിനിമയിൽ അഭിനയിച്ചത്? അതല്ല, സാമന്തൻ. അങ്ങനെ ഒരു സാമന്തൻ്റെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അവിടെ കൊള്ള ചെയ്തു, സ്വർണത്തിന് കൊള്ള നടത്തി, ചെമ്പ് കൊണ്ടുവന്നു, ഇഡ്ലി ചെമ്പ് കൊണ്ടുവന്നു, ആ ഫുഡ് അതൊക്കെയും പറഞ്ഞിട്ട് എന്താ അറസ്റ്റ് ചെയ്യാത്തത്? സാമന്തനാണ്, നമ്മുടെ ആളാണ്. ആയതുകൊണ്ട് തന്നെ BJPയിൽ നിന്ന് എടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോകുന്നൊരർത്ഥമില്ല. അങ്ങനെ BJP നിന്നാൽ പോരെ. BJP എന്ന് പറഞ്ഞാൽ വലിയ ഭൂഗോളത്തിനകത്ത് കിടക്കുന്ന ഒരു കടുകുമണിയാണ് ഇപ്പോൾ ഈ പറയുന്ന മറ്റെന്തായാലും പറയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഇടയ്ക്കിടയ്ക്ക് അവർ എന്തെങ്കിലും വിളിച്ചു പറയും, അത് അവരുടെ അനുവാദത്തോടെ ഞങ്ങളൊന്ന് കുരച്ചോട്ടെ. ഇതാണ് സ്ഥിതി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി ഇതാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. RSSുമായിട്ട് ലിങ്ക് ചെയ്ത് RSSുമായിട്ട് ഒരേ കിടക്കയിൽ കിടന്ന് സംഭോഗകർമ്മം നിർവഹിക്കുന്ന പാർട്ടിയായി മാറും ഈ മാർക്സിസ്റ്റ് പാർട്ടി. ഇത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പം അങ്ങനെയായി മാറി. അപ്പം അവിടേക്ക് പോയിട്ടും കാര്യമില്ല. അങ്ങനെയാണ് കോൺഗ്രസ്സിന് പോയത് അദ്ദേഹം. ഏതെങ്കിലും ഒരു നില വേണമല്ലോ, നിലയുടെ നിലപാട് പറ്റില്ല, ഒരു വേദി വേണമല്ലോ. അധികാരമോഹമല്ല അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങോട്ട് ചാടിച്ചിട്ടുള്ളത്. അപമാനഭാരമാണ്. ഇനി അധികാരമോഹം എന്താ കുഴപ്പം? എനിക്കൊരു പദ്ധതി, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു നിലപാടുണ്ട്, എനിക്കൊരു നയമുണ്ട്. ആ നയം നടപ്പാക്കണമെങ്കിൽ നമുക്കൊരു വേദി വേണ്ടേ? ഇപ്പം ഞാൻ യൂട്യൂബിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുക. ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരു ഡാൻസ് ആടണമെങ്കിൽ നമുക്കൊരു തട്ട് വേണം. ആ തട്ടിൻ്റെ മുകളിൽ കിടന്ന ഡാൻസ് ആടാൻ പറ്റുള്ളൂ, കമ്പിയുടെ മുകളിൽ കിടന്ന ഡാൻസ് ആടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്നു. അവിടെ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് പിന്നെ കാണാമല്ലോ. ആയതുകൊണ്ട് അധികാരമോഹം ഒരു അല്പത്വമല്ല. രാഷ്ട്രീയ ഗതിവിധികളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾ, അധികാരം, അതിനുള്ള മോഹം അല്പത്വമല്ല. അത് വലിയൊരു കാര്യമാണത്. അതില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ പോയിട്ട് എന്താ കാര്യം? വോട്ട് ചെയ്യണ യന്ത്രങ്ങളായിട്ട് മാറാനോ? ഏതായാലും അതൃപ്തി അദ്ദേഹത്തിന് വന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട് 5-8 വർഷമായിട്ട് ഈ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അന്നൊന്നും അതിന് പരിഹാരമായിട്ട് ആരും വന്നില്ല. ഗതി കെട്ടു, BJP വിട്ടു. അതുണ്ടായത്.
സന്ദീപല്ല ചതിയൻ, യൂദാസ് സന്ദീപല്ല. ഹിന്ദുമതത്തെയും ആയതിന്റെ പ്രമാണമായ സനാതന ധർമ്മത്തെയും വഞ്ചിക്കുന്ന ഹിന്ദുത്വവാദികൾ, RSS സംഘപരിവാറുകാരാണ് ചതിയന്മാര്, അവരാണ് വഞ്ചകന്മാര്, അവരാണ് യൂദാസുകള്. ഏതായാലും തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പിയില് ഈ വക്താക്കളുടെ വായിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള തീവ്രമായിട്ടുള്ള മതസ്പർദ്ധയാണ്. അവിടെ നിൽക്കുമ്പോൾ അത് പറഞ്ഞേ മതിയാകൂ. പക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന സുന്ദരമുഖമുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സന്ദീപിന് ഇനി മതസ്പർദ്ധ കലർത്താതെ, അല്ലെങ്കിൽ ഇത് മറ്റേ മഹാത്മാഗാന്ധിയെയോ രാജീവ് ഗാന്ധിയെയോ ഇന്ദിരാഗാന്ധിയെയോ ഇവര് പറയണ പോലെ കുറ്റം പറയാതെ, ഹിസ് മാസ്റ്റേഴ്സ് വോയിസാ തൊണ്ടയിൽ കയറി ഇരിക്കണവന്മാര്. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ മുഴുവൻ സന്ദീപിന്റെ വാക്കുകളല്ല. പക്ഷെ ഇനി സന്ദീപിന് മതസ്പർദ്ധ കലർത്താതെ, ജാതി വേർതിരിവുകളെ കുറിച്ച് മാത്രം പറയാതെ, കാപട്യമില്ലാതെ സംസാരിക്കാം എന്നായിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ പുതിയ സ്ഥാനമാനങ്ങൾ അത് അന്തസ്സോടുകൂടി ആഭിജാത്യത്തോടു കൂടിയിട്ട് അത് കൈകാര്യം ചെയ്ത് പടികൾ 18 കയറി അവിടേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. എല്ലാ അന്തസ്സും അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയട്ടെ. നമുക്ക് ആശംസകൾ നേരം. അദ്ദേഹം ഇപ്പോൾ പാണക്കാട് പോയിട്ടുണ്ട്. അത് നല്ലൊരു തുടക്കമാണ്. കാരണം മുസ്ലിം സമുദായക്കാർ ഏറ്റവും രസം, ഞാൻ തുറന്നു പറയുകയാണ് കേട്ടോ, പാണക്കാട്ട് ഇതൊക്കെ വേറെ ഞാൻ എടുത്തു പറയണം. പാണക്കാട്ടുകാർ, മുസ്ലിം ലീഗ്, KMCC, ദുബായിലെ KMCC, 2 സമസ്തകൾ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, ഇതൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്ത് പഠിച്ചതാണ്. എൻ്റെ കയ്യിൽ ആയിക്കൂടി മുസ്ലിം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഇവരൊക്കെ പഠിപ്പിച്ചത്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയിലും മാത്രമൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രം, മറ്റേ മോന വെച്ച അസ്ത്രങ്ങൾ ഇങ്ങനെയൊക്കെ എറിയും, അതൊക്കെയും ചെയ്യും. പക്ഷേ ഇന്നേ വരെ എൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ ശബ്ദം പതിച്ചിട്ടില്ല. ഹിന്ദുവിന് നേരെ, ഹിന്ദുവിൻ്റെ അമ്പലങ്ങൾക്ക് നേരെ അവരൊന്നും സംസാരിച്ചിട്ടില്ല. അത് മോഡി വന്നതിന് ശേഷമൊന്നുമില്ല. അതിന് മുമ്പും അവര് ഒരു മുസ്ലിമിനെ, ഒരു ഹിന്ദുക്കളെ അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല, എപ്പോഴും കുറ്റപ്പെടുത്തില്ല. ഇപ്പോൾ ഇവിടെ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രം, ഇവിടെ ക്ഷേത്രം, ഇവിടെ ക്ഷേത്രം, മറ്റൊരുത്ത ക്ഷേത്രം. പുതിയ ക്ഷേത്രം അബുദാബിയിൽ വന്നിട്ട് അതിൻ്റെ പണി സമയത്ത് ഞാൻ അവിടെ പോയത്. അവിടെ 3-4 ദിവസം ഉണ്ട്. അവിടെ സന്യാസിമാരാണല്ലോ, എനിക്ക് അവിടെ പോയി അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്. ഇപ്പം ഞാൻ മിക്കവാറും മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഡിസംബറിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ അവിടെ അബുദാബിയിൽ പോകണം, അബുദാബിയിൽ പോയിട്ട് അമ്പലത്തിൽ പോകണം ഒക്കെ ഉണ്ട്. അപ്പം ഏതായാലും ഇവിടെ അദ്ദേഹം നല്ല തുടക്കമാണ് വെച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ പാത എന്തായിരുന്നു? ഇസ്ലാമോഫോബിയയുടെ പാതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാതയല്ല, അദ്ദേഹം നിലനിന്ന് വന്നിരുന്ന ഈ ചാണക പാർട്ടിയുടെ പാത. അത് മതേതരത്വത്തിൻ്റെ പാതയല്ല, മതവിദ്വേഷത്തിൻ്റെ പാതയാണ്. അതിന് പരിപൂർണമായിട്ട് അദ്ദേഹം കെട്ട് അഴിച്ചു, അറുത്ത് കളഞ്ഞു, കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് അദ്ദേഹം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് പാണക്കാട്ട് പോകുന്നതാണ്. അവിടെ വളരെ മഹോന്നതമായിട്ടുള്ള സ്വീകരണം. പാണക്കാട്ട് ഇപ്പോഴത്തെ കാരണവർ, അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും ഞാൻ മറക്കും, അദ്ദേഹം പാണക്കാട്ട് പ്രമുഖനായിട്ടുള്ള തങ്ങൾ, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും കൂടി ഭംഗിയായിട്ട് സ്വീകരിച്ചു. അത് തന്നെ ഒരു കസേരയാണത്. അതിന് നടുവില കയറിയിരുന്നാണ്ട് പാണക്കാട്ടുള്ള ആൾക്കാർ സ്വീകരിച്ചൊരു കസേരയിൽ എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു കസേര തന്നെയാണ്. അത് യാതൊരു സംശയവും വലിയൊരു കസേര തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്ന, എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടോ പറയുന്നത്, 10, 14, 15 വയസ്സുള്ള സമയത്ത് ഒരു ഉണ്ടക്കുട്ടി ആയിരുന്ന സമയത്തുള്ള സ്നേഹം എന്താ ഞാനും വാര്യരും തമ്മിൽ, സന്ദീപ് വാര്യരും തമ്മിൽ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാനിരുന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തായി സ്വാമി ഇങ്ങനെയായെന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാതിരുന്നതാ, എന്താടോ സന്ദീപ് എങ്ങനെയായത്? നമ്മുടെ മോഹൻലാൽ ചോദിച്ച പോലെ, എന്താടോ സന്ദീപ് നന്നാവാത്തെ? നന്നായി. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട്, അതിനകത്ത് കുറെ ഭൂതങ്ങളും പ്രേതങ്ങളൊക്കെ ഉണ്ട്. CK പത്മനാഭൻ, കുമ്മന രാജശേഖരൻ, CK കൃഷ്ണദാസ്, പിന്നെ അയാളുടെ പേരെന്താണ്, ആ നേപ്പാളിയുടെ മുകളിലുള്ള ഒരാളുണ്ടല്ലോ വരയമീശയായിട്ട്, MT രമേശ്. ഇവർക്കും ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചാടി കഴിഞ്ഞാൽ ചൂലെടുത്ത് കൊടുക്കും അവിടെ അടിച്ചു വരാൻ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അവർ ചാടിയിട്ടും കാര്യമില്ല, മൂത്ത വരങ്ങന്മാരായി മാറി. ഇങ്ങനെ സ്ഥിതി ഇതല്ല. ചാടേണ്ട സമയത്ത് തന്നെയാണ് സന്ദീപ് വാര്യർ ചാടിയിട്ടുള്ളത്. മിടുക്കനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മിടുക്ക് വളരെ ക്രിയാത്മകമായിട്ട് സർഗാത്മകമായിട്ട് വിനിയോഗിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്ന യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് കിട്ടിയ സ്വാതന്ത്ര്യം, കോൺഗ്രസിനകത്ത് കിട്ടാൻ പോകുന്ന സ്വാതന്ത്ര്യം ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ
സന്ദീപ് വാര്യർക്കും കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം മറ്റേ അടി മേലോട്ട് കയറട്ടെ. മാത്രമല്ല അടിച്ച് ഈ ചാണകക്കുഴി തൂർക്കട്ടെ. ഇങ്ങനൊരു സാധനം ഇനി കേരളത്തിൽ വേണ്ട. നമസ്കാരം.